നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫിസിക്സ് ഈ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. യൂണിഫോം സർക്കുലർ മോഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ടോപ്പിക്കിന്റെ പേരിൽ നിന്നും നമുക്കിത് വളരെ ക്ലിയർ ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു സർക്കുലർ മോഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് ഇങ്ങനെ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ ഒരു സർക്കുലർ മോഷൻ നടത്തുന്നു അബൌട്ട് എ പോയിന്റ്. ആ പോയിന്റിനെ നമ്മൾ ഇതിന്റെ കേസിൽ ഒറിജിൻ ആയിട്ട് വിളിക്കുക, ഇതിന്റെ സെന്റർ പോയിന്റിനെ ആയിരിക്കും. സോ ഒരു സെന്റർ പോയിന്റിന് ചുറ്റും ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ ഒരു മോഷൻ നടത്തുന്നു. നമുക്ക് ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ മോഷൻ നടത്തുമ്പോൾ ഇപ്പം സപ്പോസ് ബോഡി ഇനീഷ്യൽ ടൈമിൽ ഇരുന്നത് ഇവിടെ ഒരു പോയിന്റിലായിരുന്നെങ്കിൽ, പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ, നമുക്കറിയാം ഈ ബോഡി സർക്കുലർ മോഷനിലായതുകൊണ്ട് ആ ബോഡിയുടെ ആ സമയത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിരിക്കും. നമുക്ക് മുമ്പ് മുതലേ അറിയാവുന്നതാണ്, ഒരു സർക്കുലർ മോഷനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന് ടാൻജൻഷ്യൽ ആയിട്ടാണ്. അപ്പം ഈ ഒരു യൂണിഫോം മോഷനിൽ ഏതൊരു സമയത്തും ആ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അതിന്റെ വെലോസിറ്റി വരുന്നത്. നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കല്ലില് ഒരു സ്ട്രിങ് കെട്ടിയിട്ട് ആ സ്ട്രിങ്ങിനെ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ കല്ല് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടൊരു സർക്കുലർ മോഷനിലാണ്. നമ്മുടെ കൈക്ക് എറൌണ്ട് ആയിട്ട് നമ്മൾ സ്ട്രിങ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കൈ സെന്റർ ആക്കി കൈക്ക് എറൌണ്ട് ആയിട്ട് ഈ നമ്മൾ കറക്കുന്ന കല്ല് ഇത്തരത്തിലൊരു യൂണിഫോം സർക്കുലർ മോഷനിലായിരിക്കും. ഇനി ഏതൊരു മൊമെന്റിൽ നമ്മൾ ആ കല്ലിനെ റിലീസ് ചെയ്യുന്നു, ആ സ്ട്രിങ്ങിനെ നമ്മൾ റിലീസ് ചെയ്യുന്നോ, ആ മൊമെന്റിൽ കല്ല് ഏത് പോയിന്റിൽ നിൽക്കുന്നോ അവിടുന്ന് ടാൻജൻഷ്യൽ ആയിട്ട് തെറിച്ചു പോകും. ഇപ്പൊ കല്ല് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൃത്യം ഈ മുമ്പിൽ വരുമ്പോൾ കൈ വിടുവാണെങ്കിൽ, ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ കൈ വിടുവാണെങ്കിൽ കല്ല് നേരെ അങ്ങോട്ടേക്ക് തെറിച്ചു പോകും. ക്ലിയർ ആണല്ലോ? കല്ലിനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലിന് ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് കൈ റിലീസ് ചെയ്യുവാണെങ്കിൽ ഇത് ഈ ഒരു ഡയറക്ഷനിൽ തെറിച്ചു വരും. അതായത് ഏതൊരു പോയിന്റിൽ ആ ഒരു ഒബ്ജക്ട് നിൽക്കുന്നോ അപ്പോൾ അതിന് ടാൻജൻഷ്യൽ ആയിട്ട് അത് തെറിച്ചു വരും. അതായത് ഓരോ പോയിന്റിലും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന് ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പം ഇപ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിളിലും ഇത്തരത്തിലൊരു യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ബോഡി ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ അബൌട്ട് എ പോയിന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് ഒറിജിനാണ്, ഒറിജിൻ അക്രോസ് ആയിട്ട് എറൌണ്ട് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഏത് ഡയറക്ഷനിലാണോ കറങ്ങുന്നത് ആ ഡയറക്ഷന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അതിന്റെ വെലോസിറ്റി വരിക. അതുകൊണ്ട് ഇനീഷ്യലി ഞാൻ ഇവിടെ ഒരു പൊസിഷൻ എടുത്താൽ ആ സമയത്ത് അതിന്റെ വെലോസിറ്റി വി ആ ഡയറക്ഷനിലായിരിക്കും. ഈ പോയിന്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ പൊസിഷൻ വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഒറിജിനിൽ നിന്നും അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഈ സർക്കുലർ മോഷന്റെ കേസിൽ ഒറിജിൻ എപ്പോഴും സെന്റർ ആയിരിക്കും. അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മൾ ഒരു ആരോ മാർക്ക് ഇടും, അതായിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടർ. ഇതാണ് ഇനീഷ്യലി അതിന്റെ വെലോസിറ്റിയുടെ വെക്ടർ ഇതാണ്. ഇനി ആഫ്റ്റർ സം ടൈം ടി ഇത് മൂവ് ചെയ്ത് ഇവിടെ മറ്റൊരു പോയിന്റിലെത്തി എന്നിരിക്കട്ടെ, ഇവിടെ മറ്റൊരു പോയിന്റിലെത്തി. ആ പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അതിന്റെ വെലോസിറ്റി വരിക. നമുക്കറിയാം ഈ പോയിന്റ് ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലായിരിക്കും അതിന്റെ വെലോസിറ്റി വരുന്നത്. ആ പോയിന്റിന് കറക്റ്റ് ആയിട്ട് ടാൻജൻഷ്യൽ ആയിട്ട് വരും. അവിടുത്തെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒറിജിനിൽ നിന്നും അങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനുശേഷം അങ്ങോട്ടേക്ക് ആരോ മാർക്ക് ഇടുന്നതായിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ. ഇപ്പൊ ഞാൻ ആദ്യത്തെ പൊസിഷൻ വെക്ടറിനെ ആർ എന്നും രണ്ടാമത്തെ പൊസിഷൻ വെക്ടറിനെ ആർ പ്രൈം എന്ന് വിളിക്കുന്നു. അതായത് ഇനീഷ്യലി അതിരുന്ന ആ പോയിന്റിലെ പൊസിഷൻ വെക്ടറിനെ ആർ എന്നും ഫൈനലി അതിരിക്കുന്ന അതിന്റെ പൊസിഷൻ വെക്ടറിനെ ആർ പ്രൈം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ അതിന്റെ വെലോസിറ്റിയെ, ഫൈനൽ വെലോസിറ്റിയെ ഞാൻ വി പ്രൈം എന്ന് വിളിക്കുന്നു. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ മുമ്പ് വി എന്ന് വിളിച്ചത് കൊണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണെന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് വെക്ടർ എന്നുള്ള ആ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് ആർ പ്രൈം മൈനസ് ആർ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ വെക്ടർ ഉണ്ട്, രണ്ട് വെക്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു വെക്ടർ ആർ പ്രൈം ആണ്, ഒരു വെക്ടർ ആർ ആണ്. രണ്ടും ഇവിടെ ഒരു കോമൺ ഒറിജിനിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടിന്റെയും ടെയിൽ ടു ടെയിൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ്. ഫൈനൽ പൊസിഷൻ ആർ പ്രൈം ആണ്. അതിന്റെ വെലോസിറ്റി, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇങ്ങോട്ടേക്ക് കിടപ്പുണ്ട്, പൊസിഷൻ വെക്ടർ ഇങ്ങോട്ട് കിടപ്പുണ്ട്. ഇനി മൈനസ് ആർ പ്രൈം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആറിനെ മൈനസ് ആർ ആക്കണം. മൈനസ് ആർ ആക്കാതെ ഇവിടുത്തെ ആരോ മാർക്ക് ഇങ്ങോട്ടേക്ക് മാറും. സോ ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് മാറുമ്പോൾ അത് മൈനസ് ആർ ആണ്. ഇങ്ങോട്ടേക്ക് നമുക്ക് ആർ പ്രൈം ഉണ്ട്, ഇത് മൈനസ് ആർ ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ രണ്ടിനെ ഹെഡും ടെയിലും കൂടെ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ട്രയാംഗിൾ ലോ ഓഫ് അഡിഷൻ വെച്ചിട്ട് എവിടെയാണോ ഫ്രീ ഹെഡ് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി. അത് ഇതായിരിക്കും ആ ലൈൻ. അങ്ങോട്ടേക്ക് ആരോ മാർക്ക് ഇട്ടാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒബ്ജക്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തത്,
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയെന്ന് കാണിക്കാൻ അങ്ങോട്ടേക്ക് ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. അതേ കോമൺ ലോജിക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഈ വെക്ടർ ആയിരിക്കും ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ വെലോസിറ്റി വെക്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ പൊസിഷന്റെ വെലോസിറ്റി വെക്ടർ വി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈനൽ പൊസിഷന്റെ വെലോസിറ്റി വെക്ടർ വി പ്രൈമും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ചെയ്താൽ മതി. ഫൈനൽ വെലോസിറ്റിയുടെ വെക്ടർ ഡയറക്ഷൻ നമ്മളിത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ വരച്ചു വി പ്രൈം. ഇനീഷ്യൽ വെലോസിറ്റിയുടെ വെക്ടർ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലാണ്. അത് വി ആണ്. അതിന്റെ വെക്ടറിന്റെ ആരോ മാർക്ക് ഇങ്ങോട്ടേക്കാണ്. അത് ആ ഡയറക്ഷനിൽ തന്നെ ഞാൻ വരച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വരുമ്പോൾ വി പ്രൈം ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി വേണം. സോ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി കാണിക്കുന്ന ഇവിടെ മൈനസ് സൈൻ കൊടുക്കുമ്പോൾ അതിന്റെ ഡിറക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റണം. സോ ഇത് വി പ്രൈം മൈനസ് വി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് വി പ്രൈം മൈനസ് വി ചെയ്യുമ്പോൾ നമുക്കറിയാം വി പ്രൈം പ്ലസ് മൈനസ് വി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വി മൈനസ് വി പ്രൈം ആണ്. വി പ്രൈം മൈനസ് വി ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് വരയ്ക്കും. ഇപ്പോൾ കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി പ്രൈം മൈനസ് വി എന്നുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിത്രേ ഉള്ളൂ. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയാണ്. ഒരു സർക്കുലർ മോഷനിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ ഒരു സർക്കുലർ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യലി അത് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ആർ വെക്ടർ, വെലോസിറ്റി വെക്ടർ ഇവിടുന്ന് ടാൻജൻഷ്യൽ വരയ്ക്കുന്ന ഈ വി വെക്ടർ. ഒരു സമയം ടി കഴിഞ്ഞപ്പോൾ ആ ഒബ്ജക്ട് ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി. ആ സമയത്ത് അതിന്റെ പൊസിഷൻ വെക്ടർ ആർ പ്രൈം, അതിന്റെ വെലോസിറ്റി വെക്ടർ വി പ്രൈം. എനിക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം. അതായത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. അതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആർ പ്രൈം മൈനസ് ആർ ചെയ്യണം. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്യണം. സോ ആർ പ്രൈം മൈനസ് ആർ എന്ന് കാണിക്കാൻ ഇങ്ങോട്ടേക്കുള്ള വെക്ടറിനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പൊ ഈ രണ്ട് വെക്ടറുകളുടെ ഹെഡും ടെയിലും കൂടെ കണക്റ്റഡ് ആയി. സോ ഫ്രീ ഹെഡിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ ഒന്നാമത് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിച്ചു. അടുത്തത് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി ആദ്യമേ അങ്ങനെ വരച്ചു. ഇതാണ് ഫൈനൽ വെലോസിറ്റി ഡയറക്ഷൻ, ഇങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. ഫൈനൽ വെലോസിറ്റി അങ്ങോട്ടേക്ക് വരച്ചു. ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരുന്നു. സോ അങ്ങനെ ഇനീഷ്യൽ വെലോസിറ്റി വരച്ചു. അതിന്റെ ഡയറക്ഷൻ തിരിച്ചിടുവാണ് മൈനസ് വി ആയി. അപ്പൊ എനിക്ക് വി പ്രൈം പ്ലസ് മൈനസ് വി ആയി. അത് കിട്ടിയിരിക്കുന്നത് ഡെൽറ്റ വി കിട്ടും. വി പ്രൈം പ്ലസ് മൈനസ് വി എന്ന് പറഞ്ഞാൽ വി പ്രൈം മൈനസ് വി ആണ്. സോ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലും കിട്ടി. ക്ലിയർ ആണല്ലോ. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി മുമ്പോട്ടേക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയും ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഈ വെക്ടറും അതുപോലെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ ആറിന്റെ ഈ വെക്ടറും അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഈ വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. നിങ്ങൾ ഈ പേപ്പറിൽ എവിടെയൊക്കെ രണ്ട് പോയിന്റ്, ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും രണ്ട് പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എടുത്തിട്ട് അവിടുത്തെ പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും വരച്ച് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടറും വരച്ചാൽ എപ്പോഴും ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടറും 90 ഡിഗ്രിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് വരച്ചു നോക്കാം. വരച്ചു നോക്കിയാൽ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതിന്റെ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ നിങ്ങൾ നോക്കുക. ആദ്യമേ ബോഡി ഇവിടെയായിരുന്നു ഇരുന്നത്. ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയായിരുന്നു ഇരുന്നത്. ഇനീഷ്യൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ ആയിരിക്കും. നോർമലി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ സർക്കിളിന്റെ റേഡിയസ് ആണത്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ പോയിന്റിലെ റേഡിയസ് ആയിട്ടാണ് പൊസിഷൻ വെക്ടർ വരിക, ടാൻജന്റ് ആയിട്ടാണ് വെലോസിറ്റി വെക്ടർ വരിക. അതായത് റേഡിയസും ടാൻജന്റും എപ്പോഴും 90 ഡിഗ്രിയിലായിരിക്കും. അതായത് ഇനീഷ്യൽ പോയിന്റ് നിങ്ങൾ എടുത്താൽ ഇനീഷ്യൽ പോയിന്റിലെ ബോഡിയുടെ പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഫൈനൽ പൊസിഷൻ ഇവിടെ എടുത്താൽ ഫൈനൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരയ്ക്കുന്ന റേഡിയസ് തന്നെയാണ് അത് വരുന്നത്. കാരണം ഒരു സർക്കിൾ ആയതുകൊണ്ട് സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് അതിന്റെ റേഡിയസ് ആയിരിക്കും. സോ അതിന്റെ പൊസിഷൻ വെക്ടർ ഒരു റേഡിയസ് വെക്ടർ ആണ്. അതുപോലെ ഇവിടുത്തെ ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതാണ് അവിടുത്തെ വെലോസിറ്റി വെക്ടർ. അതുകൊണ്ട് ടാൻജൻഷ്യൽ ആയിട്ട് വരയ്ക്കുന്ന ടാൻജന്റും നമ്മുടെ റേഡിയസും തമ്മിൽ അവിടെ 90 ഡിഗ്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും തമ്മിൽ 90 ഡിഗ്രി. ഫൈനൽ പൊസിഷന്റെ പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും തമ്മിൽ 90 ഡിഗ്രി. അതുപോലെ തന്നെ ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും അതായത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വെക്ടറും ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടറും എപ്പോഴും 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം
ഈ രണ്ട് ട്രയാങ്കിൾ, ഈ ഇവിടെ കാണുന്ന ഈ ട്രയാങ്കിളും ഇവിടെ കാണുന്ന ഈ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് ആകാനുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. ഒന്നെങ്കിൽ രണ്ട് സൈഡ് ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡും രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ട്രയാങ്കിളിന്റെയും ഇൻസൈഡിലെ 3 ആംഗിളുകളും സെയിം ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ വരുന്ന 3 ആംഗിളുകളും എപ്പോഴും സെയിം ആയിട്ടേ വരത്തുള്ളൂ. കാരണം ഇവര് തമ്മിൽ എക്സാക്ട്ലി എല്ലാ ആംഗിളും തമ്മിൽ 90 ഡിഗ്രിയുടെ വ്യത്യാസമാണ്. അതായത് ഇവിടുത്തെ ഒരു ലൈനാണ് പൊസിഷൻ വെക്ടർ, അപ്പം ഇവിടുത്തെ ഒരു ലൈനാണ് പൊസിഷൻ വെക്ടർ, ഇവിടുത്തെ ഒരു ലൈനാണ് വെലോസിറ്റി വെക്ടർ. ആ വെലോസിറ്റി വെക്ടറും പൊസിഷൻ വെക്ടറും തമ്മിൽ ഓട്ടോമാറ്റിക്കലി 90 ഡിഗ്രിയാണ് വ്യത്യാസം നമ്മളിവിടെ പറഞ്ഞു. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ സൈഡാണ് രണ്ടാമത്തെ പൊസിഷൻ വെക്ടർ, ഈ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ സൈഡാണ് രണ്ടാമത്തെ വെലോസിറ്റി വെക്ടർ. അവര് തമ്മിൽ 90 ഡിഗ്രി വ്യത്യാസമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കിട്ടിയ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ഇവിടുത്തെ മൂന്നാമത്തെ സൈഡാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ. അവര് തമ്മിൽ 90 ഡിഗ്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോ കിട്ടി. അതായത് ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും ആ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡുകളും തമ്മിൽ 90 ഡിഗ്രി വ്യത്യാസം. അതായത് ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ട്രയാങ്കിൾ 90 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു. ഇത്രേ ഉള്ളൂ ഇവർ തമ്മിലുള്ള വ്യത്യാസം. എല്ലാ ലൈനും തമ്മിൽ 90 ഡിഗ്രി വ്യത്യാസമാകുമ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുന്നു, മറ്റേ ട്രയാങ്കിൾ ഒന്ന് ചെരിഞ്ഞിരുന്നു. ഇത്രേ ഉള്ളൂ, 90 ഡിഗ്രി മാറിയിരുന്നു. രണ്ടുപേരുടെയും ഇൻസൈഡിലെ ആംഗിളുകൾ സെയിം ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടുത്തെ ട്രയാങ്കിൾ നമ്പർ 1ഉം ട്രയാങ്കിൾ നമ്പർ 2ഉം സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. അങ്ങനെ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് ഇവരുടെ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണെന്ന് എഴുതാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, രണ്ട് സിമിലർ ട്രയാങ്കിളുകളുടെ അതത് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണെന്ന് എഴുതാം. ഇപ്പൊ നമ്മൾ അതനുസരിച്ച് ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ, ഞാൻ ഒരു സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു, അപ്പൊ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഞാൻ ഡെൽറ്റ വി എന്നുള്ള വെക്ടർ എടുത്തു, അതുപോലെ ഇവിടെ വി എന്നുള്ള വെക്ടർ എടുത്തു. അപ്പൊ കറസ്പോണ്ടിങ് ഇവിടുത്തെ അങ്ങനെ തന്നെ വെക്ടർ എടുക്കണമെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഡെൽറ്റ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ വെക്ടർ ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഇവിടെ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ വെക്ടർ ആർ ആണ്. സോ ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ എന്നെടുത്തു. സോ ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി അതിന്റെ റേഷ്യോ, ഡെൽറ്റ വിയുടെ ലെങ്ത് വിയുടെ ലെങ്ത് അതിന്റെ റേഷ്യോയും ഡെൽറ്റ ആർ ബൈ ആറിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് മുമ്പ് അറിയാവുന്നതാണ്. അതുകൊണ്ട് രണ്ട് സെയിം ആയിട്ടുള്ള ലെങ്തുകൾ എടുത്താൽ ഡെൽറ്റ വി ബൈ വി ആദ്യത്തിനകത്ത് എടുത്താൽ ഡെൽറ്റ ആർ ബൈ രണ്ടാമത്തേനകത്ത് എടുത്താൽ രണ്ടിന്റെയും റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ഇതിൽ നിന്ന് ഞാൻ അടുത്തതായിട്ട് വി യെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ വി ഈക്വൽ ടു വി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് ചെല്ലും വി ബൈ ആർ ഇൻടു ഡെൽറ്റ ആർ എന്ന് കിട്ടും. ഞാൻ ഈ രണ്ട് ഇക്വേഷനെയും ഒരു ഡെൽറ്റ ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ അറിയാം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അത് ആക്സിലറേഷൻ ആണെന്ന് അറിയാം. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഇവിടെ വി ബൈ ആർ ഉണ്ട്, ഇവിടുത്തേത് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെ നമ്മൾ വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ടേം വെലോസിറ്റി ആണ്. സോ ഇവിടെ ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്. സോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയ ഈ ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കും. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു പോയിന്റിൽ നോക്കിയാലും നമുക്കറിയാം ഡെൽറ്റ ആർ വെക്ടർ നമ്മൾ മുമ്പ് വരച്ചു. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചപ്പോഴത്തേക്കും നമുക്ക് ഡെൽറ്റ ആർ വെക്ടർ വരച്ചത് എപ്പോഴും എങ്ങോട്ട് പോയിന്റ് ചെയ്താൽ നിൽക്കുന്നത് നോക്കി, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്തായിരുന്നായിരുന്നു. നിങ്ങൾ മുമ്പോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കിളിന്റെ സെന്ററിലോട്ട് നമ്മൾ എടുത്ത ഒറിജിനിലേക്കായിരിക്കും എപ്പോഴും പോയിന്റ് ചെയ്ത് നിൽക്കുക. ഡെൽറ്റ വിയുടെ വെക്ടർ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ അങ്ങോട്ട് പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും അങ്ങോട്ട് പോയിന്റ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ നടക്കുമ്പോൾ ആ യൂണിഫോം സർക്കുലർ മോഷനിലായിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷൻ വെക്ടർ നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും അത് എപ്പോഴും ഇതിന്റെ സെന്ററിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കും. അത്തരത്തിലുള്ള ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കും. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെന്റർ സീക്കിംഗ് ആക്സിലറേഷൻ ആണ്. നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും, നിങ്ങൾ ഇപ്പം ഇവിടെ രണ്ട് വെലോസിറ്റി, ഇവിടെ ഇപ്പൊ നമ്മളെടുത്ത് ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയും ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്. പകരം നിങ്ങൾ ഇവിടെ ഒരു ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ ഒരു ഫൈനൽ പൊസിഷൻ എടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആക്സിലറേഷൻ വെക്ടർ ഇത്തരത്തിലായിരിക്കും. എപ്പോഴും സെന്ററിലേക്ക് സീക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ താഴെയായിട്ട് ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആക്സിലറേഷൻ വെക്ടർ ഇത്തരത്തിലായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് എപ്പോഴും ഈ പോയിന്റിൽ എവിടെ നിങ്ങൾ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ നോക്കിയാലും, ഒരു സർക്കുലർ മോഷനിൽ ഏത് പോയിന്റിൽ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ നോക്കിയാലും അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെക്ടർ വരച്ച് നോക്കിയ ഡിറക്ഷൻ കിട്ടും. വെക്ടർ വരച്ച് നോക്കാൻ എന്ത് ചെയ്താൽ മതി,
ഇനീഷ്യൽ ഇപ്പൊ 2 പോയിന്റ് എടുത്തു, ഇപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു, ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ എങ്ങനെയാ ഇങ്ങനെ കിട്ടും, ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ എങ്ങനെയാ ഇങ്ങനെ കിട്ടും. ഇതിനെ ഇനീഷ്യൽ പൊസിഷൻ, ഇതിനെ ഫൈനൽ പൊസിഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഫൈനൽ വെലോസിറ്റിയുടെ വെക്ടർ ആണ്, ഇത് ഇനീഷ്യൽ വെലോസിറ്റിയുടെ വെക്ടർ ആണ്. ഫൈനൽ വെലോസിറ്റി വെക്ടറിനെ വി പ്രൈം എന്ന് വിളിക്കുന്നു, ഇനീഷ്യൽ വെലോസിറ്റിയുടെ വെക്ടറിനെ വി എന്ന് മാത്രം വിളിക്കുന്നു. എന്നിട്ട് നിങ്ങൾ വി പ്രൈം മൈനസ് വി ചെയ്ത് നോക്കുക. ഒരു ബുക്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. വി പ്രൈം മൈനസ് വി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഡെൽറ്റ വി ആയിരിക്കും. ഡെൽറ്റ വിയുടെ ഡിറക്ഷൻ നേരെ നിങ്ങൾക്ക് ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഡിറക്ഷനിൽ എപ്പോഴും കിട്ടത്തുള്ളൂ. ഡെൽറ്റ വിയുടെ ഡിറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ, ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡിറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ, ആക്സിലറേഷന്റെ ഡിറക്ഷനും അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും. അതായത് ഒരു ബോഡി സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ, യൂണിഫോം സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ അതിന്റെ ആക്സിലറേഷന്റെ ഡിറക്ഷൻ എപ്പോഴും സെന്ററിലേക്കായിരിക്കും. അത്തരത്തിലുള്ള ആക്സിലറേഷൻ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ഇപ്പോൾ കിട്ടിയത് v² ഡിവൈഡഡ് ബൈ r എന്നാണ്. ഓക്കെ, അങ്ങനെ നമുക്കൊരു ആക്സിലറേഷൻ കിട്ടിയാൽ നമുക്ക് അവിടെ അതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് വളരെ ഫണ്ടമെന്റൽ ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് F is equal to m into a എന്ന് നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് F is equal to m into a ക്ക് അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, v² ഡിവൈഡഡ് ബൈ r എന്ന് കൊടുക്കാം. ഈ ഫോഴ്സിനെ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. അതായത് ഒരു ബോഡി സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ, ഒരു ബോഡി യൂണിഫോം സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ ആ ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഒരു ബോഡി യൂണിഫോം സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ ആ ബോഡിയുടെ ഏത് പോയിന്റിൽ നോക്കിയാലും അതിന്റെ ഫോഴ്സ് എപ്പോഴും സെന്ററിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഫോഴ്സ് സെന്ററിപിറ്റൽ വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. മാസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, ഡിറക്ഷൻ ഇല്ല. പിന്നെ ആർക്ക് മാത്രമേ ഡിറക്ഷൻ ഉള്ളൂ, ആക്സിലറേഷന് ഡിറക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ആക്സിലറേഷൻ ഡിറക്ഷൻ തന്നെയായിരിക്കും ഫോഴ്സിന്റെ ഡിറക്ഷനും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ആക്സിലറേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, സെൻട്രിപിറ്റൽ ആക്സിലറേഷനാ. അതിന്റെ ഡിറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ്, ഇതിന്റെ സെന്ററിലേക്കാണ്. അതുകൊണ്ട് ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും, അതിന്റെ സെന്ററിലോട്ടായിരിക്കും. അതുകൊണ്ട് ഈ ആക്സിലറേഷന്റെ പേര് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് ഈ ഫോഴ്സിന്റെ പേര് എന്താണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഏതൊരു ബോഡിയും ഒരു സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ, ഏതൊരു ബോഡിയും ഒരു യൂണിഫോം സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ ഏത് പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്താലും ആ ബോഡിയുടെ അന്നേരത്തെ ആ മൊമെന്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ് ആ ആക്സിലറേഷനെ വിളിക്കുന്നത്. ആ ഫോഴ്സിനെ വിളിക്കുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണ്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv² ഡിവൈഡഡ് ബൈ r എന്നാണ്. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ എപ്പോഴും സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ യൂണിഫോം മോഷനിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഈ ഒരു സെഷനിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് പഠിച്ച് ഇവിടെ മറന്നു പോവുകയല്ല. പിന്നീട് നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ v² ഡിവൈഡഡ് ബൈ r ആണ്. ആക്സിലറേഷനോട് മാസും കൂടെ കൊടുത്താൽ അത് ഫോഴ്സ് ആകും. സോ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv² ഡിവൈഡഡ് ബൈ r ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു സ്ട്രിങ്ങിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതൊരു മൊമെന്റിലും ഇതിങ്ങനെ സർക്കുലർ മോഷനിലായിരിക്കുന്നത്, ഇതിന്റെ ഈ കല്ല് ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും നമ്മൾ സ്ട്രിങ്ങിൽ അതിനെ എപ്പോഴും ഇൻവേർഡ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒന്ന് റീതിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് എപ്പോഴും നമ്മൾ ഇവനെ ഇൻവേർഡ് ഈ സ്ട്രിങ്ങിലൂടെ അകത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടാണ്, എന്റെ കൈയുടെ എങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. കൈ എവിടെ നിൽക്കുന്ന സാധനമാണ്, ഈ മോഷന്റെ കൃത്യം സെന്ററിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു മോഷനിൽ, അതായത് നമ്മളൊരു സ്ട്രിങ്ങില് ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മോഷനിൽ ആ കല്ലെന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും നമ്മുടെ കൈയിലേക്ക് പിടിച്ച് സ്ട്രിങ്ങിലൂടെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ ബോഡിയുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് അതാണ്. എപ്പോഴും എങ്ങോട്ടായിരിക്കും, അതിന്റെ സെന്റർ എങ്ങോട്ടാണ്, സെന്റർ സീക്കിംഗ് ആയിരിക്കും. അതിന്റെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും, നമ്മുടെ കൈ ഇരിക്കുന്ന സെന്റർ എവിടെയാണോ അതിന്റെ സെന്റർ സീക്കിംഗ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്നും അതിന്റെ ഫോഴ്സിനെ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നും വിളിക്കും. ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ v² ഡിവൈഡഡ് ബൈ r, ഫോഴ്സിന്റെ ഇക്വേഷൻ mv² ഡിവൈഡഡ് ബൈ r. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മൾ ആ ഒരു ടോപ്പിക്ക് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സും പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങൾ എടുത്താൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, മുമ്പ് ഇടയ്ക്ക് പറയുന്നത് പോലെ തന്നെ, ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ വെക്ടറുകളെ കുറിച്ചും വെക്ടറിന്റെ അഡീഷനെ കുറിച്ചും സബ്ട്രാക്ഷനെ കുറിച്ചും, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനുമുള്ള മെത്തേഡുകൾ, അനലിറ്റിക്കൽ മെത്തേഡിൽ എങ്ങനെ ആഡ് ചെയ്യാം, ഗ്രാഫിക്കൽ മെത്തേഡിൽ ട്രയാങ്കിൾ ലോയിലും പാരലോഗ്രാം ലോയിലും എങ്ങനെ ആഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്നുള്ള വളരെ എൻറിച്ച് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടു.
വെക്ടറിൽ ഒരു പ്ലെയിനിൽ ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ വെക്ടർ എന്ന് പറയുന്നത് രണ്ട് കോമ്പോണന്റിന് സമ്മപ്പായിരിക്കും. എക്സിലുള്ള ഒരു കോമ്പോണന്റും വൈയിലുള്ള ഒരു കോമ്പോണന്റും. എക്സിലുള്ള കോമ്പോണന്റിനെ അല്ലെങ്കിൽ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന കോമ്പോണന്റിനെ നമ്മൾ അതിന്റെ കോസ് കോമ്പോണന്റ് എന്നും ഓപ്പോസിറ്റ് കിടക്കുന്നതിനെ നമ്മൾ അതിന്റെ സൈൻ കോമ്പോണന്റ് എന്നും ഒക്കെ വിളിക്കും, നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ വെക്ടർ അഡിഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ, രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും ഡിറക്ഷൻ കണ്ടുപിടിക്കാനും ലോ ഓഫ് കൊസൈൻസും ലോ ഓഫ് സൈൻസും നമ്മൾ പഠിച്ചിരുന്നു. ആ ഒരു പോർഷനൊക്കെ അതിനൊക്കെ ശേഷം നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് വെക്ടറിനെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് കണ്ടു. റെയിൻ ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലവും, മഴ താഴോട്ട് പെയ്യുന്നു, ഒരു ഡയറക്ഷനിൽ കാറ്റടിക്കുന്നു, ഏത് ഡയറക്ഷൻ നമ്മൾ കുട പിടിക്കണം എന്നുള്ള ആ ഒരു പ്രോബ്ലവും, അല്ലെങ്കിൽ ഒരു മോട്ടോർ ബോട്ട് നോർത്തിലേക്ക് റേസ് ചെയ്യുന്നു, അപ്പൊ മറ്റൊരു ഡയറക്ഷനിൽ അതിന്റെ വാട്ടറിന്റെ ഒഴുക്കുണ്ട്, വാട്ടർ കറന്റ് ഉണ്ട്, അങ്ങനെയാണ് റിസൾട്ടന്റ് ആയിട്ട് ബോട്ട് എങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ കാണുന്ന നമ്മുടെ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെൻസ് ഉള്ള പല പ്രോബ്ലംസും നമ്മളവിടെ ചെയ്തിരുന്നു. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ഒരു പാർട്ട്, വെക്ടറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ പാർട്ടിലോട്ട് വന്നപ്പോൾ നമ്മളിപ്പോ പ്രൊജക്ടൈൽ മോഷൻ കണ്ടു, അതോടൊപ്പം യൂണിഫോം സർക്കുലർ മോഷനും അവിടെ വളരെ എൻറിച്ച് ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സലറേഷനും സെൻട്രിപിറ്റൽ ഫോഴ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും കൂടെ നമുക്ക് കിട്ടി. ആ ടോപ്പിക് അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യമായിട്ട് NCERT ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. കേട്ടുന്നതിന് നന്ദി.